ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ കുറച്ചൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, നാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പോസ്റ്റുകൾ, സെൻസിറ്റീവായിട്ടുള്ളതോ അതല്ലെങ്കിൽ അശ്ലീലങ്ങൾ കലർന്നതായിട്ടുള്ള പോസ്റ്റുകളും അതല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവ തടയാൻ ജസ്റ്റ് ഒരു സെറ്റിങ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചേഞ്ച് ചെയ്താൽ മതി. ആ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇതുവരെ ഇങ്ങനെയുള്ള സെറ്റിങ്സ് അറിയില്ലായിരുന്നു ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത്. നല്ല രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തോളൂ, അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ചെയ്യുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സെറ്റിങ്സ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ 3 ലൈന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റഡ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡീഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനെ മാറ്റി ലെസ് എന്നുള്ളതാക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് കൺഫേം എന്നുള്ളത് കൊടുത്ത് ലെസ് എന്നാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ളതോ യാതൊരുവിധ കണ്ടൻറ്റുകളും കൂടുതലായിട്ട് നിങ്ങൾക്ക് വരികയില്ല. അപ്പോൾ അതാണ് ഈ സെറ്റിങ്സ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. പറഞ്ഞതിന് താങ്ക്സ് ബ്രോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.